ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്സാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, ലളിതമായി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 സ്പൂൺ പച്ചരി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറായി. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സോപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ നമ്മുടെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്കൊരു ചെറിയൊരു പൊട്ടറ്റോയാണ് വേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വെള്ളത്തിൽ കുതിർത്ത് വെച്ച പച്ചരി നന്നായിട്ട് തരിയില്ലാതെ അരച്ചെടുക്കണം. നമ്മൾ ചെയ്തിട്ട് നമുക്ക് തന്നെ ഉപയോഗിക്കാനല്ലേ, അപ്പം അല്പം ക്ഷമയോടുകൂടെ നമ്മൾ ചെയ്യണം. നമ്മൾ തന്നെ ചെയ്യുന്നതായതുകൊണ്ട് വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് സ്കിന്നിലിത് പുരട്ടാം. യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ഇല്ല നമ്മളിത് ചെയ്യുന്നതിൽ. നേരെ മറിച്ച് പുറത്തുനിന്നും നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന ക്രീമുകളിൽ പലതും എല്ലാം മേടിച്ച് തേച്ചിട്ട് ഭാവിയിൽ നമുക്ക് മാരകമായ അസുഖങ്ങൾ, അതായത് സ്കിൻ ക്യാൻസർ, അങ്ങനെ പലതും ഇങ്ങനെയുള്ള കെമിക്കൽ ക്രീമുകൾ ഉപയോഗിച്ചാൽ വരും. പല സ്കിൻ ഡിസീസുകളും മറ്റുള്ള രോഗങ്ങളും എല്ലാം വരാം. കഴിഞ്ഞിടയ്ക്ക് മലപ്പുറമോ കണ്ണൂരോ ഉള്ള കുറേ പേർക്ക് കിഡ്നി ഫെയിലിയർ ആയി ഏതോ ഒരു ക്രീം ഉപയോഗിച്ചിട്ട്, കെമിക്കൽ അടങ്ങിയ ക്രീം ഉപയോഗിച്ചിട്ട്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മാരക കെമിക്കൽ അടങ്ങിയ ഫേസ് ക്രീം അതുപയോഗിച്ചാൽ ഇത്ര ദിവസം കൊണ്ട് നിറം വയ്ക്കും എന്നൊക്കെ കേട്ടിട്ട് പലരും പോയി അത് വാങ്ങി ഉപയോഗിച്ച് കിഡ്നി ട്രബിൾസ് ആയി എന്നൊക്കെയാണ് വാർത്താമാധ്യമങ്ങളിൽ നമ്മൾ കേട്ടില്ലേ. അപ്പം ഇപ്പോഴത്തെ ഈ ജനറേഷനൊക്കെ ഒന്നും നോക്കാതെ ഓരോ പരസ്യത്തിൽ ചെന്ന് ചാടും, എന്നിട്ട് അത് വാങ്ങിച്ചുപയോഗിക്കും. നമ്മുടെ ചർമ്മം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ സ്കിന്നിനെ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് അത് നമ്മളാണ്. അത് ഉണ്ടാക്കി ചെയ്യുന്നത് നമ്മളാണെങ്കിലോ നമുക്ക് നല്ല 100% വിശ്വാസത്തോടു കൂടി തന്നെ നമുക്കത് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ വളരെ നാച്ചുറാലിറ്റി കൊണ്ട് തന്നെയാണ് നമ്മളുണ്ടാക്കുന്ന ഈ ചില പാക്കുകളെല്ലാം 1 മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അല്ലാതെ കുറേ കാലം, അതായത് കുറേ മാസങ്ങളോ വർഷങ്ങളോ നമുക്ക് എക്സ്പയറി ഡേറ്റ് പറയാനായിട്ട് പറ്റില്ല. കാരണം നമ്മളുണ്ടാക്കുന്നത് വളരെ നാച്ചുറലായിട്ടാണ്, യാതൊരു കെമിക്കലും ചേരുന്നില്ല. നമ്മൾ കടയിൽ പോയി ഏതെങ്കിലും ഫേസ് ക്രീം വാങ്ങിച്ച് നോക്കിക്കേ, വളരെ എക്സ്പെൻസീവും അതുപോലെ തന്നെ ഒത്തിരി കെമിക്കൽ ചേർത്തത് കൊണ്ടായിരിക്കും ആ ക്രീമൊക്കെ. അതുകൊണ്ട് തന്നെ അത് കേടാവാതെ വർഷങ്ങളോളം ഇരിക്കും. അതുമാത്രമല്ല, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് പല മാരകമായ അസുഖങ്ങൾ, സ്കിൻ ക്യാൻസറൊക്കെ പോലുള്ള അസുഖങ്ങളുണ്ടാകാം. ഈ അസുഖങ്ങൾ വന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വരാതെ നോക്കേണ്ടത് നമ്മളാണ്, വരുത്തി വയ്ക്കുന്നത് നമ്മൾ തന്നെ. നമ്മൾ ചെയ്യുന്ന ഹോം റെമഡി പോലെ ഒരു ക്രീമുകളും ഒക്കില്ല. ഇപ്പോൾ എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്, അതുപോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക്. നമുക്ക് ഏറ്റവും വിശ്വാസമായിട്ട് നമ്മുടെ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹോം റെമഡീസ് അല്ലെങ്കിൽ പോലും പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ ഗ്ലോ കിട്ടണമെന്നില്ല, ഒറ്റ യൂസിൽ തന്നെ. ഇപ്പോൾ ഒരു പനി വന്നാൽ ഒരു പ്രാവശ്യം മെഡിസിൻ എടുത്താൽ മാറുമോ? ഇല്ല. അതുപോലെ അതിനൊരു കോഴ്സുണ്ട്. അതുപോലെ തന്നെയാണ് ഹോം റെമഡീസും. ഞാൻ കണ്ടിന്യൂസ് 1 മാസം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. പക്ക ആയിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ സൂപ്പർ റിസൾട്ടായിരിക്കും കേട്ടോ. സൂപ്പർ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഞാനിനി ഒത്തിരി നീട്ടുന്നില്ല, വീഡിയോ അധികം ഒത്തിരി നീട്ടുന്നില്ല. അതും ഇതും പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹോം റെമഡീസൊക്കെ ചെയ്താൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. അതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളുണ്ടാക്കുന്നതായതുകൊണ്ട് നമുക്ക് നല്ലൊരു നമുക്ക് നല്ലൊരു ഗുണവും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ടാണ്. നമ്മൾ വീട്ടിൽ സാധനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അരിപ്പൊടിയാണെങ്കിലും ഇതെല്ലാം നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്നതാണ്. അത് തന്നെ നമ്മുടെ മുഖത്തിന്, നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ചർമ്മത്തിന് കൊടുക്കുന്നു. അതിനും കഴിക്കാൻ വല്ലപ്പോഴും ഫുഡ് കൊടുക്കണ്ടേ, എന്നാലല്ലേ അത് നന്നാവും. അതുപോലെ തന്നെയാണ് നമ്മളും ഭക്ഷണം കഴിച്ചിട്ട് ക്ഷീണിച്ചു പോകില്ലേ, അത് തന്നെ നമ്മുടെ സ്കിന്നിനും. നമ്മൾ ആവശ്യമുള്ള പ്രോട്ടീൻസ് കൊടുത്തില്ലെങ്കിൽ അതും ഇതായിട്ട് പോവും, സ്കിന്നും ഇതാകാതെ പോവും.
അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പറയുന്നത് പറഞ്ഞാൽ ഈ പച്ചരി എടുത്തിരിക്കുന്നത് നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് അരച്ചെടുത്ത് മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യുക, ചൂടാക്കണം. എന്നിട്ട് നമ്മുടെ സോപ്പില്ലേ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് കോൺഫ്ലവറും അതിനകത്ത് ഇട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കുറുക്കിയെടുക്കണം. കുറുക്കുക എന്ന് പറയുമ്പോൾ ഒത്തിരി കുറുകി പോകരുത്, ആവശ്യത്തിന് നമ്മുടെ സ്കിന്നിൽ ഒത്തിരി കുറുകി പോകണ്ട. ചൂടാറി കഴിയുമ്പോഴത്തേക്കും തണുത്ത് കഴിയുമ്പോഴത്തേക്കും അത് ഇച്ചിരി നമുക്കിടാൻ പരുവത്തിനുള്ള ക്രീം പരുവമാവും കേട്ടോ. അപ്പം ഒരുപാട് കുറുക്കരുത്, സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചൂടാക്കി കുറുക്കിയെടുക്കാനായിട്ട്. ഒത്തിരി കുറുകിയും പോലെ കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണം, അടുക്കി പിടിക്കരുത്. അപ്പം ഇത് നല്ല ഒരു റിസൾട്ടാണ്. ഇത് കഴിഞ്ഞ് നല്ലൊരു റിസൾട്ടാണ്. ഇനി നമുക്ക് ഞാനിനി അരച്ചെടുത്തിട്ട് കാണിക്കാം. ഞാനിത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഒരു ക്രീം ആക്കിയിട്ടുണ്ട്. ഞാനിത് എടുത്തത് ഒരാഴ്ച ഉപയോഗിക്കാനാണ്. നമ്മുടെ ഉപയോഗത്തിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഞാൻ എല്ലാം ഈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നെല്ലാം കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. അതുപോലെ തന്നെ എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പം എല്ലാവർക്കും ബൈ.